ഈ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ കാലിക്കറ്റ് റോഡിൽ കേച്ചേരി എന്ന് പറഞ്ഞ ഒരു ടൗണിൻ്റെയും ചൂണ്ടൽ എന്ന് പറഞ്ഞ ടൗണിൻ്റെയും നടുവിലായിട്ട് പാറന്നൂർ എന്നാണ് ഈ സ്ഥലത്തിന് എക്സാക്ട്ലി പറയുക. അവിടെയുള്ള നയാര പെട്രോൾ പമ്പിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ ലാൻഡ് നിൽക്കുന്നത്, ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഒരു 100ഓളം വെറൈറ്റീസ് ഓഫ് ബോഗൻവില്ലയാണ് ചെയ്തിരിക്കുന്നത്. പേര് കടലാസ് പൂ എന്നുള്ള പേര് പോലെ തന്നെ ഇതിനകത്ത് കടലാസ് പൂ മാത്രമേ ഉള്ളൂ. വേറൊരു വെറൈറ്റി ചെടികളും ഞങ്ങൾ സെയിൽ ചെയ്യുന്നില്ല. നമുക്ക് ഇതിൽ നിറയെ വൈറ്റ് കളേഴ്സ് കാണുന്നുണ്ടെങ്കിലും ഇതിൽ ഡിഫറൻസസ് ഉണ്ട്. ഇതെല്ലാ ചെടികളും മൈന്യൂട്ട് ഡിഫറൻസസ് ആണ് വരുന്നത്. ഇതിന് 2 കളർ ലീഫുകളുണ്ട്. ലൈറ്റ് കളറാണ് ഇതിൻ്റെ ലീഫിൻ്റെ തുടക്കം, പിന്നീട് അത് ഡാർക്ക് ഷെയ്ഡിലേക്ക് മാറും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവർ വൈറ്റ് കളറിൽ വിരിഞ്ഞിട്ട് പർപ്പിൾ കളറിലേക്ക് ചേഞ്ച് ആവും. ഇങ്ങനെ ചേഞ്ച് ആവുന്നതാണ്. ഇതൊക്കെ അതിൻ്റെ വേരിയേഷൻസാണ്. അതുപോലെ അടുത്തത് വരുന്നത് ഡാർക്ക് കളറാണ് അതിൻ്റെ ലീഫ്. കളറിന് ചേഞ്ച് ഇല്ല, പക്ഷെ പൂവിന് അഗ്രഭാഗത്ത് പിങ്ക് കളർ വരുന്നുണ്ട്. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരും. ആ കാണുന്ന ചെടിക്ക് ഗ്രീൻ ലീഫ് തന്നെ, ഡാർക്ക് ഗ്രീൻ ലീഫ് തന്നെ, പക്ഷെ അതിന് കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള പിങ്കാണ് പാർട്ട് ചെയ്ത് വരുന്നത്. അങ്ങനെ ഈ വൈറ്റിൻ്റെ വേരിയേഷൻസ് തന്നെ ഒരുപാടെണ്ണം ഉണ്ട്. ഈ കാണുന്ന വൈറ്റിന് പ്രത്യേകിച്ച് കളർ ചേഞ്ചസ് വരില്ല. ഇത് ഈ വൈറ്റായിട്ട് തന്നെ നിൽക്കും. കുറച്ചുകൂടെ ഡള്ളാണ് വൈറ്റ്, പക്ഷേ ഈ വൈറ്റായിട്ട് തന്നെ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിന് വരുന്നത് ഈ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീൻ ലീഫ് തന്നെ കുറച്ചുകൂടെ പ്യുവറായിട്ടുള്ള വൈറ്റാണ് വരുന്നത്. അതിൽ ക്രീമിഷ് ചേഞ്ച് വരുന്നില്ല. പക്ഷെ മറ്റ് വൈറ്റുകളിൽ കുറച്ചുകൂടി ഡള്ളാണ് വൈറ്റ് കളറിന്, പക്ഷെ അതിന് വേറെ കളേഴ്സ് വരും. ഇതിൽ എൻഡ് ആകുമ്പോഴാണ് ആ പർപ്പിൾ കളറിൽ ഫ്ലവറായി മാറുന്നത്. ഫ്ലവർ ഇനീഷ്യൽ സ്റ്റേജിൽ വൈറ്റ് കളർ തന്നെയായിരിക്കും പൂവിന്. ഇതൊരു ഡാർക്ക് 4 മണിപ്പൂവിൻ്റെയൊക്കെ കളർ വരുന്ന വെറൈറ്റിയാണ്. പേര് കൃത്യം അറിയില്ല. ഈ ചെടിയുടേതിൻ്റെ പൂക്കൾക്ക് കുറച്ച് കേളിയാണ് ഇതിൻ്റെ പെറ്റൽസ്. അത് കാരണം കൊണ്ട് അത് ക്ലസ്റ്റർ ചെയ്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് അതിന് കാണാനായിട്ട്. ഇതും സെയിം പോലത്തെ ഡാർക്ക് കളർ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഫ്ലവറിങ് പാറ്റേൺ കുറച്ച് വ്യത്യാസമുണ്ട്. ലീഫിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ ഫ്ലവേഴ്സ് വരുന്നത്. അതായത് ബിറ്റ്വീൻ ലീവ്സ് ഉണ്ടാവും. അത് ഫ്ലവർ വരുന്നതിൻ്റെ ഉള്ളിൽ അങ്ങനെ ലീഫ് കാണില്ല. ഇത് ലീഫ് വെരിഗേഷനുള്ള ഒരു തരം പർപ്പിളാണ്. ഈ കാണുന്നതും അതുപോലെ തന്നെ ലീഫ് വെരിഗേഷൻ ഉണ്ട്. ഇത് മഞ്ഞ ഡോട്ടാണ് ഈ ലീഫിൽ വരുന്നത്. അതിനകത്ത് പാർഷ്യലായിട്ടുള്ള വൈറ്റ് കളറാണ് വരുന്നത്. ഇതിൻ്റെ പൂക്കൾ എപ്പോഴും നല്ല ക്ലസ്റ്റർ ചെയ്ത് നിൽക്കും. അതൊക്കെ ആ പൂക്കളുടെ പെറ്റൽസിന് കുറച്ചൊരു ചുളുക്കുള്ള ടൈപ്പ് പെറ്റൽസാണ്. ക്ലിയർലി ഓപ്പൺഡായ പോലെ അല്ല. ഇത് വൈറ്റിൻ്റെ ഒരു വേരിയേഷനാണ്. ഇതിന് നേരിയ പിങ്ക് കളറ് ടിപ്പിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ ഈ വെയിൻ വരുന്നതും ഡാർക്ക് ബ്രൗണിഷാണ്. അതിന് ഡാർക്ക് ഗ്രീൻ ലീഫാണ്. ഈ കാണുന്നതിന് ലൈറ്റ് ഗ്രീൻ ലീഫും ഡാർക്ക് ഗ്രീൻ ലീഫും വരുന്നുണ്ട്. ഈ പൂക്കൾ നല്ല ബ്രൈറ്റ് വൈറ്റ് ആയിട്ട് വിരിയും. എൻ്റെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ പർപ്പിൾ കളറിലേക്ക് ചേഞ്ച് ചെയ്യും. വേറൊരു തരം വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫിൽ വെരിഗേഷൻ ഇല്ല, പക്ക ഗ്രീൻ ലീഫ് തന്നെയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് യെല്ലോയുടെ വെറൈറ്റികളാണ്. ഇതിന് വിരിഞ്ഞ് കഴിയുമ്പോൾ പെയിലായിട്ടുള്ള യെല്ലോയിലേക്ക് ചേഞ്ച് ആവുന്നുണ്ട് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ഫ്ലവർ. അല്ലെങ്കിൽ അതിന് നല്ല ബ്രൈറ്റ് യെല്ലോ തന്നെ, മാമ്പഴത്തിൻ്റെ ഒരു യെല്ലോ ആയിട്ട് നിൽക്കും.
ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലേക്ക് ചേഞ്ച് ആവും. യെല്ലോയിൽ നിന്ന് ഓറഞ്ച് യെല്ലോ എന്ന് പറയുന്ന പോലത്തെ ഒരു കളറാണ്, മാങ്ങയുടെ ഒരു കളർ പോലത്തെ തന്നെയാണ്. അത് ലൈറ്റ് ഷെയ്ഡിലേക്ക്, ലൈറ്റ് പിങ്കിലേക്കാണ് അത് മാറുന്നത്. വേറൊരു വെറൈറ്റിയാണ്. ഈ ഇരിക്കുന്ന സെഗ്മെൻറ്റ് മുഴുവനും വെരിഗേറ്റഡ് വെറൈറ്റികളാണ്. ഇതിന് പൂക്കളെ പോലെ തന്നെ ഇലകളും വളരെ അട്രാക്റ്റീവാണ്. ഇത് ഡോട്ടാണ്, ഗ്രീനിൽ യെല്ലോ ഡോട്ട്സ് വരുന്നതാണ്. ഇത് ഗ്രീനും യെല്ലോയും ആയിട്ടുള്ളൊരു വേരിഗേഷനാണ്. ഇതിൻ്റെ പൂക്കൾ സിമ്പിളായിട്ടുള്ള ഒരു പിങ്കും റെഡും ആയിട്ട്, റെഡ് വിരിഞ്ഞ് പിങ്കിലേക്ക് മാറുന്നതാണ്. ഈ കാണുന്നത് വേറൊരു വെരിഗേഷനാണ്. അത് ഗ്രീൻ ലീഫിന് ബോർഡർ മാത്രം വൈറ്റ് കളർ വരും. അതിൻ്റെ ഫ്ലവേഴ്സും ഗ്രീൻ റെഡിൻ്റെ ഒരു വേരിയേഷൻ അങ്ങനെയായിട്ട് വരുന്നതാണ്. കാണുന്നതിൻ്റെ പേര് ബട്ടർഫ്ലൈ എന്നും സ്പൈഡർ എന്നും പറയുന്നുണ്ട്. അതും ലീഫ് വെരിഗേഷൻ ഉള്ളതാണ്. അതിൻ്റെ ലീഫും വളരെ തിന്നാണ്, ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസും വളരെ തിന്നായിട്ടുള്ള പെറ്റൽസാണ്. പക്ഷെ അതിങ്ങനെ ക്ലസ്റ്റർ ചെയ്ത് വിരിയുന്നു. നേരത്തെ കണ്ട മഞ്ഞ പുള്ളിയുള്ള ഇലകളില്ലേ, ആ ഇലകളിൽ 2 ഷെയ്ഡ് വരുന്നുണ്ട്. ഒന്ന് ഈ പിങ്ക് കളറും ഒന്ന് ഈ കളറും, പീച്ച് ഓറഞ്ച് കളറുമാണ്. രണ്ടിൻ്റെയും പൂക്കൾ ഇങ്ങനെ വളരെ ക്ലസ്റ്റർ ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഇതും അത് തന്നെയാണ്, ക്ലസ്റ്റർ ചെയ്തിട്ടാണ് അതിൻ്റെ ഫ്ലവേഴ്സ് ഇരിക്കുക. നല്ല കാണാൻ നല്ല ഭംഗിയാണതിന്. ഇത് സാധാരണ പറയുന്നത് ലോല എന്നാണ് പറയണേ. ശരിക്കും അതിൻ്റെ പേര് വ്യത്യാസം ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. ഈ വെറൈറ്റിയിൽ 3 ഷെയ്ഡ്സാണ് ഇവിടെ കാണുന്നത്. ഒരു ഷെയ്ഡും കൂടിയുണ്ട്, അതിൻ്റെ പൂക്കൾ കുറച്ചുകൂടെ വലുതായി വിരിയുന്നതാണ്. ഇതാണ് അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ്. നല്ല ക്ലസ്റ്റർ ചെയ്ത ഫ്ലവർ ഉണ്ടാവും, ലൈറ്റ് ഷെയ്ഡാണിത്. അതിൻ്റെ മീഡിയം ഷെയ്ഡാണ് ഈ കാണുന്നത്. അതിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ് ഇതൊരു കുറച്ചധികം ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. കുറച്ചധികം ഡിമാൻഡും ഉണ്ട് ഈ പൂക്കൾക്ക്. ഇത് കട്ടാന്നാണ് പൊതുവെ പറയണേ. ഇതിന് പല കളേഴ്സ് ഉണ്ട്. ഇത് വൈറ്റ്, ഇതൊരു റെഡിഷ് പിങ്ക്. പിന്നെ മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ് സോൾഡ് ഔട്ടായി എന്ന് പറയുകയാണ് നല്ലത്. ഇതതിൻ്റെ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള ഒരു വേരിയേഷനാണ്. ഇത് 2 ഷെയ്ഡ്സ് വരുന്നുണ്ട് ഇതിനകത്ത്. ഇതതിൻ്റെ ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. ഈ ഇരിക്കുന്നതിലെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ഷെയ്ഡാണ്, പക്ഷേ അതിന് ചെറിയ ചെറിയ വേരിയേഷൻസ് എല്ലാത്തിനും ഉണ്ട്. കോമൺ ആയിട്ട് കാണുന്ന കളേഴ്സാണ് ഇതിലിരിക്കുന്നതെല്ലാം, ഈ ഒരു റോ ഓൾമോസ്റ്റ്. ഓറഞ്ചിന് പീച്ചിലേക്ക് വരുന്നതാണ്. അതുപോലെ നേരത്തെ കണ്ട വൈറ്റിൻ്റെ പിങ്ക് ഷെയ്ഡിലേക്ക് ചേഞ്ച് ആവുന്ന പ്ലാന്റ് ആണ്. പറയാലോ, ഈ ചെടിയുടെ പേര് തിമ്മ എന്നാണ്. അത് വൈറ്റ് ഫ്ലവേഴ്സ് പിങ്കിലേക്ക് ചേഞ്ച് ആവുന്നതാണ്.
അതും ഒരു നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ്. ഈ ഇരിക്കുന്നത് പിക്സി എന്നാണ് അതിനെ പറയുന്നത്. അത് ഇലകളുടെ ഉള്ളിൽ നിന്നാണ് അതിൻ്റെ പൂക്കൾ വരുന്ന പോലെയുള്ള ഒരു പാറ്റേൺ ആണ് അതിൻ്റെ ഫ്ലവറിങ് ടൈപ്പ്. അത് 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. ഇത് ഓറഞ്ചിൽ നിന്ന് പീച്ചിലേക്ക് വരുന്നതാണ്. പിന്നെ പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, പിന്നെ ഇതുണ്ട് വെരിഗേറ്റഡ് ഉണ്ട്. വെരിഗേറ്റഡിന് പിങ്ക് ഫ്ലവേഴ്സ് തന്നെയാണ്. ഇത് നേരത്തെ കണ്ട ഓറഞ്ചിൽ നിന്ന് പീച്ചിലേക്ക് പോയ പിക്സിയുടെ പിങ്ക് ആണിത്. ഇനി ഇതിൻ്റെ തന്നെ യെല്ലോ ഉണ്ട്. യെല്ലോന്ന് പിങ്കിലേക്ക് പോകുന്ന ഇത് വേറൊരു വെറൈറ്റിയാണ്. സിൻഡ്രല്ല എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് നല്ല ചെറിയ കടുത്ത പച്ച കളറിലുള്ള ലീവ്സും പൂക്കൾ കുറച്ച് ചെറിയ റോസാപ്പൂ പോലെ തന്നെ ഇരിക്കുന്ന, അധികം വിടർന്ന് ഇതാവാത്ത തരത്തിലുള്ള പൂക്കളാണ്. ഇത് പിക്സിയുടെ വെരിഗേറ്റഡ് വേർഷനാണ്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.